ചേച്ചി, ഉരുളക്കിഴങ്ങിന്റെ വില പറയൂ. 10 രൂപ. പിന്നെ ഇതിനോ? 15 രൂപ. ചന്ദ്രമുഖിയാണ്. ചന്ദ്രമുഖിയാണ്. അപ്പോൾ കിലോക്ക് 10 രൂപയും 15 രൂപയും. അതായത് ഒരു വലിയ നഗരത്തിൽ ജീവിക്കുന്ന നമ്മളിൽ ആർക്കും ഇതൊരു സാധാരണ ദിവസം അല്ലേ? ഒരു കിലോയ്ക്ക് 10 രൂപയോ 15 രൂപയോ വിലയുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ വാങ്ങും. പക്ഷേ ഇവിടെ നിന്ന് വെറും 50 കിലോമീറ്റർ അകലെ ബംഗാളിലെ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദന മേഖലയിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് കിലോയ്ക്ക് 2-3 രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാലോ? അത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു അല്ലേ? എന്നാൽ ഉരുളക്കിഴങ്ങിന്റെ ഒരു പ്രധാന കേന്ദ്രമായ സിംഗൂരിലേക്ക് പോകാം. യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാം. ഈ 50 കിലോക്ക് ഈ ഉരുളക്കിഴങ്ങ് വളർത്താൻ നിങ്ങൾക്ക് എത്ര പണം ചിലവായി എന്ന് വല്ല ധാരണയുമുണ്ടോ? വളരെ കൂടുതൽ. കൂടുതൽ എത്രയാകും? ഏകദേശം ഒരു തുക പറയാൻ പറ്റുമോ ഇല്ലയോ? 600. ഇതിന് 600 രൂപയായി. പിന്നെ ഇപ്പോൾ വണ്ടിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു 50 രൂപയുടെ ചാക്കിന് എന്ത് വിലയാണ് കിട്ടുന്നത്? 100 മുതൽ 150 വരെ. 100 മുതൽ 150 വരെ. അതായത് നിങ്ങൾ പറയുന്നത് ഇതിന് വളവും മറ്റുമെല്ലാം ചേർത്ത് 600 രൂപ ചെലവായി. നിങ്ങൾക്ക് കിട്ടുന്നത് 150 രൂപയാണെന്നാണ്. എന്തുകൊണ്ടങ്ങനെ? ഇത് ആദ്യമായിട്ടാണോ സംഭവിക്കുന്നത്, അതോ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? അമിത വിളവെടുപ്പാണെന്ന് പറയുന്നു. പിന്നെ കാലാവസ്ഥ കാരണവും സ്റ്റോർ ജാമാണ്, ബോർഡർ. ഈ കാരണങ്ങളാൽ ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് പോകുന്നില്ല. വില എങ്ങനെ ശരിയാകും? കുറഞ്ഞത് 400-450 രൂപയെങ്കിലും നിലത്ത് നിന്ന് കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും വരുമാനമുണ്ടാകൂ. ഭൂവുടമ ഇതൊന്നും കേൾക്കില്ല. അയാളുടെ ചെലവ് പിടിക്കും. ഞാൻ ഉടമയുടെ അടുത്ത് കടക്കാരനായി പോയി. ഇനി എന്റെ വീട്ടുകാർ എന്ത് കഴിക്കും? നേതാക്കൾ നല്ലത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വല്ല വിശ്വാസവുമുണ്ടോ? ഞങ്ങൾ പറയുന്നത് ആര് കേൾക്കാനാണ്? ആരും കേൾക്കില്ല. ആരും കേൾക്കുന്നില്ല. കർഷകന്റെ വാക്കല്ല, കർഷകനെ എങ്ങനെ മുക്കാം എന്നാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഇത്രയധികം പേരോട് എന്തു പറയാൻ? ഞങ്ങളുടെ കർഷകരോട് എന്തു പറയാൻ? അപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ഈ മേഖലയിൽ ഈ പ്രതിസന്ധി കുറച്ചുകാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് അവരുടെ ഉരുളക്കിഴങ്ങ് വിളയ്ക്ക് ഒരു വിലയും ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. അപ്പോൾ TMCയോ മമതാ ബാനർജി സർക്കാരോ ചെയ്തത് ഇതാണ്. നിങ്ങളിവിടെ ഈ ബാനർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ബംഗാൾ സർക്കാർ സ്ഥാപിച്ച ഒരു ബാനറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെയുള്ള കോൾഡ് സ്റ്റോറേജുകളിൽ ചെറുകിട കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ കഴിയുമെന്ന് അവർ ഉറപ്പാക്കുമെന്ന് അവർ പറയുന്നു. കൂടാതെ മൃണ്മോയ്, നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകാൻ കഴിയുമെങ്കിൽ അവർക്കൊരു സബ്സിഡി കൂടി ലഭിക്കും. അതിനാൽ അവരുടെ സംഭരണത്തിനായി പണം നൽകേണ്ടി വരില്ല. സർക്കാർ ഇതും പറയുന്നു. വീണ്ടും ഈ ബാനറാണ് അത് പറയുന്നത്. ക്വിൻ്റലിന് 950 രൂപ നിരക്കിൽ കർഷകരിൽ നിന്ന്, പ്രത്യേകിച്ച് ചെറുകിട നാമമാത്ര കർഷകരിൽ നിന്ന് അവർ ഉരുളക്കിഴങ്ങ് സംഭരിക്കുമെന്ന്. ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നില്ല. അതായത് ഒരു മണി പോലും വിൽക്കാൻ കഴിയുന്നില്ല. ക്വിൻ്റലിന് 950 രൂപയ്ക്ക് സർക്കാർ നിങ്ങളിൽ നിന്ന് ഉരുളക്കിഴങ്ങ് വാങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. എന്തുകൊണ്ട്? അതായത് എനിക്ക് ഈ അവസരം കിട്ടിയില്ല. അതുകൊണ്ട് എന്റെ സ്വന്തം കൃഷിയിൽ 744 പാക്കറ്റ് ഉരുളക്കിഴങ്ങുണ്ടായി. പക്ഷേ എനിക്ക് ഒരു ഉരുളക്കിഴങ്ങ് പോലും വിൽക്കാൻ കഴിഞ്ഞില്ല. നിർബന്ധിതനായി ഞാനത് സ്റ്റോറേജിൽ വെക്കുകയാണ്. ഈ മമതാ ബാനർജിയുടെ സർക്കാർ നിങ്ങളിൽ നിന്ന് ക്വിൻ്റലിന് 950 രൂപയ്ക്ക് ഉരുളക്കിഴങ്ങ് വാങ്ങുമെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? 70 ചാക്ക് എടുത്തിട്ടുണ്ട്. 70 ചാക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തോ? 70 ചാക്ക് ഇതുവരെ എടുത്തിട്ടില്ല. ഒരു ഉരുളക്കിഴങ്ങിന് 60 ഗ്രാം ഭാരം വേണമെന്നാണ് അവർ പറയുന്നത്. 300 ഗ്രാം തൂക്കമുള്ളത് എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു നിശ്ചിത അളവിലുള്ളതായിരിക്കും. അപ്പോൾ അത് നിലത്ത് മണ്ണിൽ വിളഞ്ഞതായിരിക്കും. അതെങ്ങനെ പറയും? പക്ഷേ നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കർഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. ഏത് നേതാവാണ് പറയുന്നത്? എന്റെ വീടിനടുത്ത് മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. അദ്ദേഹം പറയും എല്ലാം മുകളിലാണെന്ന്. ഞങ്ങളോട് പറയില്ല. ഇപ്പോൾ നടക്കുന്ന ഉരുളക്കിഴങ്ങ് സംഭരണത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു ക്വിൻ്റലിന് 950 രൂപയ്ക്ക് എടുക്കുമെന്ന് നിങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ചുവെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. നോക്കൂ, ഞങ്ങൾ 152 കോൾഡ് സ്റ്റോറുകളിൽ ഈ പൊട്ടാറ്റോസ് പ്രൊക്യൂർമെന്റ് സ്കീം പ്രകാരം വാങ്ങലുകൾ നടത്തുന്നുണ്ട്. ശരി, ഞങ്ങളുടെ കർഷകർ വളരെ സന്തോഷത്തോടെയാണ് ഇത് സ്വീകരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കൊണ്ടുവരുന്നു. ഞങ്ങൾ വാങ്ങാറുണ്ട്. സൂപ്പർ ബംഗ്ലാ സ്കീമിലും വാങ്ങാറുണ്ട്. പക്ഷേ കർഷകനിൽ നിന്ന് 70 പാക്കറ്റ് ഉരുളക്കിഴങ്ങ് എടുക്കുന്നു. എന്നാൽ കർഷകർ പറയുന്നത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ്. പലയിടത്തും അവരിൽ നിന്ന് എടുക്കുന്നില്ല. ഇങ്ങനെയാണ് ഞങ്ങൾ കർഷകരുമായി സംസാരിച്ചത്. അങ്ങനെ പറയുന്ന കർഷകൻ BJP-കാരനാണ്. ശരി, ഇത്രയും ജോലിയാണ് മമതാജി കർഷകർക്ക് വേണ്ടി ചെയ്യുന്നത്. BJP-കാർ ഭീകരരാണ്. അപ്പോൾ ഞാൻ സിമൂരിലെ ഗ്രാമങ്ങളിലാണ്. ഉരുളക്കിഴങ്ങിന്റെ ഈ ദുരിതകഥ ഇവിടെയും അരങ്ങേറുന്നുണ്ട്. എന്റെ കൂടെ ഇവിടെ സുഷമാജിയുണ്ട്. അവർ ഒരു കർഷകയാണ്. വിൽപ്പനയില്ലാത്തതിനാൽ ഒരുപാട് ഉരുളക്കിഴങ്ങ് വീട്ടിൽ സംഭരിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ചേച്ചി, എവിടെയൊക്കെയാണ് സ്റ്റോർ ചെയ്തതെന്ന് കാണിച്ചു തരും? ഇതുണ്ട്, അതുമുണ്ട്.
ഇതുണ്ട്. എല്ലാം ഉരുളക്കിഴങ്ങ്. ഇത് മുഴുവൻ നിങ്ങൾ ഇവിടെയും ഉരുളക്കിഴങ്ങ് സംഭരിച്ചിട്ടുണ്ട്. അതെ. ഇതെല്ലാം അപ്പോൾ ഇവിടെയും പുറത്തും നിങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. ഇത് എത്ര ഉരുളക്കിഴങ്ങ് കാണും? ഒരു 50-60 ചാക്കുണ്ട്. 50-60 ചാക്ക് ഉരുളക്കിഴങ്ങ്. അതെ. ചേച്ചി, ഇതൊന്ന് പറയൂ. ഈ ഉരുളക്കിഴങ്ങ് നിങ്ങൾ എന്തുകൊണ്ട് കോൾഡ് സ്റ്റോറേജിലേക്ക് അയച്ചില്ല? അവര് കാർഡ് ചോദിക്കും. ആ കർഷക ബന്ധു അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ കൃഷക ബന്ധുകാർഡില്ല? ഇല്ല. ശരി, ഇതൊന്നു പറയൂ. മമത സർക്കാർ നിങ്ങളിൽ നിന്ന് ക്വിന്റലിന് 950 രൂപയ്ക്ക് ഉരുളക്കിഴങ്ങ് വാങ്ങുമെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാമോ? ഇല്ല, ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് ഒരു വിവരമില്ല. കിട്ടിയാൽ ഞങ്ങൾക്ക് 2 കാശ് കിട്ടുമല്ലോ. അപ്പോൾ പറയൂ. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്നിട്ടും ഇത് നിങ്ങൾക്കൊരു വിഷയമല്ലെന്നോ? കർഷകരുടെ പ്രശ്നമാണ് വിഷയം. എല്ലാ ആളുകളും എന്നെപ്പോലെയാണ്. ഞാൻ തനിച്ചല്ലല്ലോ. എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? നേതാക്കൾ പറയുന്നുണ്ടല്ലോ. BJPയും പറയുന്നുണ്ട്, TMCയും പറയുന്നുണ്ട്. അവർ വെറുതെ പറയുകയാണ്, അത്രയുള്ളൂ. വോട്ട് കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. പക്ഷെ പാർട്ടി കർഷകരെ നോക്കേണ്ടതുണ്ട്. ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ബംഗാളിൽ കർഷകർക്ക് വേണ്ടി ആരാണ് എന്തെങ്കിലും ചെയ്യുന്നത് ദീദി? നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം TMCയെയാണോ അതോ BJP പറയുന്നതിനെയാണോ? അപ്പോൾ TMC. TMCയെ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഈ വിധവ, ഭട്ട, ലഖി ഭണ്ഡാർ, കിഷോക് ബന്ധു എല്ലാം അവർ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, കൊടുക്കുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാ വശങ്ങളും നോക്കൂ. ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പശ്ചിമ മിഡ്നാപൂർ മുതൽ ഹൂഗ്ലി, ബർദ്വാൻ വരെ കർഷകർക്ക് നൽകുന്ന വ്യാജ വാഗ്ദാനങ്ങളും സർക്കാർ സംഭരണത്തിലെ അഴിമതിയുമാണ് ഈ TMC സർക്കാരിന്റെ അടയാളമായി മാറിയിരിക്കുന്നത്. TMCയുടെ കട്ട്, കമ്മീഷൻ, അഴിമതി എന്നിവ കാരണം വൃത്തികെട്ട രാഷ്ട്രീയത്തിനു വേണ്ടി കർഷകരുടെ ജീവിതം കൊണ്ടും പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ജീവിതം കൊണ്ടും അമ്മമാരുടെയും സഹോദരിമാരുടെയും സുരക്ഷ കൊണ്ടും കളിക്കുകയാണ്. നോക്കൂ, BJP ബംഗാളിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് കള്ളമാണ്. കർഷകർക്ക് എൻ്റെ മമതാജി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരി, കർഷകർക്ക് കിസാൻ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിസാൻ ബന്ധു കർഷകർക്ക് കൃഷി ചെയ്യാനായി പണം കിട്ടുന്നുണ്ട്. വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന കുറഞ്ഞ വില കാരണം കർഷകർ അനുഭവിക്കുന്ന ദുരിതം തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ഇപ്പോഴിതിവിടെ CPM സ്ഥാപിച്ച ഒരു ചുവരെഴുത്താണ്. അതിൽ പറയുന്നത് ആലു ധാനേ ദാംനേ, ആലു ഫൂലേ വോട്ട് നേ എന്നാണ്. അടിസ്ഥാനപരമായി അത് പറയുന്നത് ഉരുളക്കിഴങ്ങിനോ മറ്റു വിളകൾക്കോ വിലയില്ലെന്നും നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന കൊടികളുള്ള BJPക്കോ TMCക്കോ വോട്ട് ചെയ്യരുതെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ്. നിങ്ങൾക്കിവിടെ പശ്ചാത്തലത്തിൽ അല്ല, യഥാർത്ഥത്തിൽ മുൻനിരയിൽ TMCയുടെ കൊടികളും പശ്ചാത്തലത്തിൽ BJPയുടെ കൊടികളും കാണാം. ഈ 2 പാർട്ടികൾ തമ്മിൽ കടുത്ത മത്സരമാണ്. എന്നാൽ അധികാരത്തിൽ വരുന്നവരാരായാലും കർഷകർക്ക് ഏകദേശം ഒരു വാർഷിക ദുരിതചക്രമായി മാറിയ ഈ ദുരിതത്തെക്കുറിച്ചെല്ലാം തീർച്ചയായും ചിന്തിക്കുമെന്നും അവർക്ക് വേണ്ടി പ്രായോഗികമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നും ഒരാൾക്ക് പ്രതീക്ഷിക്കാം.